പത്രപ്രവർത്തകയോട് മോശമായി പെരുമാറി എന്നുള്ള കാര്യത്തിന് സുരേഷ് ഗോപിക്കെതിരായി നടക്കാവ് പോലീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്തു. അത് 354A പ്രകാരമാണ് ആ കേസ് രജിസ്റ്റർ ചെയ്തത്. പ്രസ് കോൺഫറൻസ് സമയത്ത് അദ്ദേഹം വിളിച്ചു കൂട്ടിയൊരു പ്രസ് കോൺഫറൻസ് അല്ല. കാടാമ്പുഴ ക്ഷേത്രത്തിൽ തൊഴുതിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് അദ്ദേഹത്തിനെ പത്രക്കാർ വളഞ്ഞു. ആ സമയത്ത് പത്രപ്രവർത്തകയായ ഒരു പെൺകുട്ടി അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്ത 1-2 ചോദ്യങ്ങൾ ചോദിച്ചു. കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം തൃശ്ശൂർ ഇലക്ഷന് നിന്നു. അന്നേരം ഇലക്ഷന് തോറ്റുപോയി. വീണ്ടും നിൽക്കുന്നു എന്ന് പറയുന്നു. ജയിക്കുമെന്ന് പ്രതീക്ഷയുണ്ടോ? ആദ്യം ചോദിച്ച് അദ്ദേഹം ഒന്ന് ചിരിച്ചു. രണ്ടാമതും ആ കുട്ടി റിപ്പീറ്റ് ചെയ്ത് വീണ്ടും ചോദിച്ചു. അദ്ദേഹത്തിന് ആ സ്ത്രീയുടെ തോളത്ത് പിടിച്ചു. ആ സമയത്ത് ഈ സൈസ് വേല ഇറക്കണ്ട എന്നാണ് മനസ്സിൽ വന്നതെന്ന് എനിക്ക് തോന്നുന്നു. നീ ആ സൈസ് ചോദ്യമൊന്നും ചോദിക്കണ്ട എന്ന് പറഞ്ഞ് തോളെ പിടിച്ചു. അന്നേരം ആ പെൺകുട്ടി മാറി. വീണ്ടും ചോദ്യം ആവർത്തിച്ചപ്പം വീണ്ടും തോളെ പിടിച്ചു. ആ തോളെ പിടുത്തം കൈകൊണ്ട് പിടിച്ചത് തനിക്ക് ഒരു മോശമായ ഒരു പിടുത്തമായിട്ടാണ് തോന്നിയെന്ന് പറഞ്ഞാണ് നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തത്. 354A പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. 1 വർഷത്തിനും 3 വർഷത്തിനും ഇടയ്ക്ക് ജാമ്യം കിട്ടുന്ന കേസാണ്. സുരേഷ് ഗോപി നടക്കാവ് പോലീസ് ചോദ്യം ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടു. അതിനുശേഷം അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ തന്നെ ഇറങ്ങിപ്പോകുന്നതും കണ്ടു. അവരോട് വളരെ സൗഹൃദത്തിൽ സംസാരിച്ചു, ചിരിച്ചു, കളിച്ചൊക്കെ പോയി. അദ്ദേഹത്തിനെ ചോദ്യം ചെയ്ത സമയത്തെല്ലാം പോലീസ് അതെല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്തായാലും പോലീസ് ഒരു പരാതി പറഞ്ഞാൽ, പെൺകുട്ടി പരാതി പറഞ്ഞാൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്യണമല്ലോ. ഒരു കോഗ്നിസബിൾ ഒഫൻസ് അതിനകത്ത് ഉണ്ടെന്ന് തോന്നി എന്ന് പറഞ്ഞ് ഒരു ലേഡി വന്നാൽ പോലീസ് കേസെടുക്കണം. ഏതായാലും ഇമ്മീഡിയറ്റ് ആയിട്ട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. ആ 354 സെക്ഷൻ നിൽക്കുമോ ഇല്ലയോ എന്നുള്ളതാണ്. പോലീസ് അതിനകത്ത് ദൃശ്യം പരിശോധിച്ചു. തോളത്ത് 1-2 പ്രാവശ്യം, ആദ്യത്തെ പ്രാവശ്യം പിടിച്ചു, രണ്ടാമത്തെ പ്രാവശ്യം പിടിച്ചപ്പം കൈ തട്ടി മാറ്റി, വീണ്ടും പിടിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് പരാതി. നമുക്ക് 354A ഇന്ത്യൻ പീനൽ കോഡിൽ അത് നിലനിൽക്കില്ല. കാരണം അതിനകത്ത് ഒരു 4 പാർട്ട് പറയുന്നുണ്ട്. ഒന്നൊരു ഫിസിക്കൽ കോണ്ടാക്റ്റ്, അതിവിടെ ഉണ്ട്. പക്ഷെ കോണ്ടാക്റ്റ് മാത്രം പോരാ. ആ കോണ്ടാക്റ്റ് കൊണ്ട് കുറച്ച് അഡ്വാൻസ് ചെയ്യണം ലൈംഗികമായിട്ട്. അപ്പൊ അത് ഇവിടെ ഉണ്ടായില്ല. തൊട്ടു എന്നുള്ള കാര്യം ശരിയാണ്, ഫിസിക്കൽ കോണ്ടാക്റ്റ് മാത്രം. അപ്പൊ 354A പാർട്ട് 1 നിലനിൽക്കില്ല. തൊട്ട് അവർ കയ്യെ പിടിച്ചു, പിന്നെ അത് അഡ്വാൻസ് ചെയ്തായിട്ട് നമ്മൾ കാണുന്നില്ല. അടുത്തത് 354(2) ഡിമാൻഡ് ഓർ സെക്ഷൽ ഫേവേഴ്സ് റിക്വസ്റ്റ് ചെയ്യണം. ഒരു സെക്ഷൽ ഇതിനു വേണ്ടി റിക്വസ്റ്റ് ചെയ്യണം, അത് ഇവിടെ ഉണ്ടായിട്ടില്ല. പിന്നെ സെക്ഷലായിട്ട് ഉള്ള ഒരു പോർണോഗ്രാഫിയോ ഏതെങ്കിലും ദൃശ്യമോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒരു സൈനോ, കൈ കൊണ്ടോ കാലുകൊണ്ടോ കണ്ണുകൊണ്ടോ ഒരു സൈൻ കാണിക്കണം, അതും ഉണ്ടായില്ല. 354(4) നോ സെക്ഷൽ കളേർഡ് റിമാർക്സ്, അങ്ങനെ ദ്വയാർത്ഥത്തിലുള്ള സെക്ഷൽ ആയിട്ടുള്ള ഒരു വാക്ക് പറഞ്ഞോ ഇല്ലയോ എന്നുള്ള. ഇങ്ങനെ 4 കാര്യങ്ങളുണ്ടെങ്കിൽ, 5 കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ 354A നിലനിൽക്കുള്ളൂ. അതൊന്നും ഈ കേസിനകത്ത് നിലനിൽക്കില്ല എന്ന് പോലീസ് കണ്ടു. അതുകൊണ്ട് അദ്ദേഹം ജാമ്യത്തിനൊന്നും പോയില്ല. പക്ഷെ ഇപ്പം കുറ്റച്ചാർജ് കോടതിയിൽ കൊടുത്തപ്പം അതിനകത്ത് 354 IPC ഇട്ടിരിക്കണം. അത് ക്രിമിനൽ അസാൾട്ട് ടു എ വുമൺ, അതാണ് 354 പറയുന്നത്. 1 വർഷം മുതൽ 5 വർഷം വരെ തടവ് കിട്ടാം. അപ്പൊ 3 വർഷത്തിൽ കൂടുതൽ തടവ് ലഭിക്കാൻ സാധ്യതയുള്ള ഒരു വകുപ്പാണ് ഇട്ടിരിക്കുന്നത്. അങ്ങനെ കുറ്റച്ചാർജ് കൊടുത്തപ്പം ഇപ്പൊ ഹൈക്കോടതിയിലേക്ക് സുരേഷ് ഗോപി ജാമ്യത്തിന് പോയി. ഇന്ന് വെക്കേഷൻ ബെഞ്ച് അത് പരിഗണിക്കുകയാണ്. ഉച്ചയ്ക്ക് ആ തീരുമാനം അറിയാം. അപ്പം ഇങ്ങനെയുള്ള ഒരു ഒരു ടച്ചിങ് അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ കോണ്ടാക്റ്റ് അത് പബ്ലിക്കായിട്ട് നിൽക്കുമ്പോൾ പത്രപ്രവർത്തകർ വന്നു വളഞ്ഞതാണ്, ഇദ്ദേഹം അങ്ങോട്ട് പോയതല്ല. ആ സന്ദർഭത്തിലുള്ള ചോദ്യത്തിന്
കുസൃതി ചോദ്യം ചോദിച്ചപ്പം പിടിച്ച് തള്ളി എന്നുള്ള അപ്പുറത്തോട്ട് അതിനകത്ത് ഒരു സെക്ഷൻ അട്രാക്ഷൻ ഒന്നും ഞാൻ കാണുന്നില്ല. അതുകൊണ്ടായാലും കേസ് നിലനിൽക്കോ ഇല്ലയോ എന്നുള്ള കാര്യം വേറെ. ഇപ്പം ജാമ്യത്തിന് മൂവ് ചെയ്തിട്ടുണ്ട്, ഹൈക്കോടതി ജാമ്യം കൊടുക്കും എന്നാണ് തോന്നുന്നത്. ഈ കേസ് നിലനിൽക്കാൻ സാധ്യത വളരെ കുറവായിട്ട് പിന്നീട് FIR ക്വാഷ് ചെയ്യുന്നതിന് സുരേഷ് ഗോപി ശ്രമിക്കുന്നത് നല്ലതാണ്. കാരണം ഇപ്പം കുറ്റച്ചാർജ് കൊടുത്തിട്ടുണ്ട്, അപ്പം പോയി ജാമ്യം ഇറങ്ങണം. അതിനിപ്പോൾ ഹൈക്കോടതി പോയി, ഹൈക്കോടതി ജാമ്യം കൊടുക്കും. കാരണം ഹൈക്കോടതി അതൊരു മേജർ ഒഫൻസിന്റെ പണിഷ്മെന്റ് വരുന്നതാണെന്ന് കാണുന്നില്ല. പിന്നെ ആ സെക്ഷൻ നിലനിൽക്കുമോ? ഇങ്ങനെ പബ്ലിക്കായിട്ട് 8-10 ചാനലുകാർ വന്ന് അദ്ദേഹത്തിനെ വളഞ്ഞ സമയത്തുള്ള കുസൃതി ചോദ്യത്തിന് മറുപടിയിൽ ഒന്ന് തള്ളിയെന്നല്ലാതെ അതിനപ്പുറത്തോട്ട് അതൊരു പെൺകുട്ടിയെ അവഹേളിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചല്ല, അത് അന്നേരത്തെ ആ ഒരു സ്പിരിറ്റിൽ ചെയ്തു എന്നാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും സുരേഷ് ഗോപി അങ്ങനെ ആ കുട്ടിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് തോന്നിയെങ്കിൽ ഞാൻ മാപ്പ് അപേക്ഷിക്കുന്നു എന്ന് തുറന്നു പറയുകയും മാപ്പ് അപേക്ഷിക്കുകയും ചെയ്തിരിക്കുന്നു. നേരിട്ട് പറഞ്ഞോ ഇല്ലയോ എന്നറിയത്തില്ല, അദ്ദേഹം പബ്ലിക്കായിട്ട് മാപ്പ് അപേക്ഷിച്ചിരിക്കുന്നു. ആ കുട്ടിയോട് മാപ്പ് പറഞ്ഞാൽ പ്രശ്നം തീരുന്നുണ്ടെങ്കിൽ അങ്ങനെ തീരാം. എന്തായാലും ഹൈക്കോടതി ജാമ്യം അനുവദിക്കുമെന്ന് തന്നെ ഞാൻ കരുതുന്നത്. ഏതായാലും കേസിൻ്റെ കുറ്റച്ചാർജ് നിലനിൽക്കോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ സംശയം ഉണ്ട്. അത് കുറ്റച്ചാർജ് നിലനിൽക്കില്ല എങ്കിൽ അത് ക്വാഷ് ചെയ്ത് കളയാനായിട്ട് ഹൈക്കോടതി പോകുന്നതായിരിക്കും നല്ലത്. കാരണം ഇങ്ങനെയുള്ള ഫ്ലിംസി ആയിട്ടുള്ള ഗ്രൗണ്ട് ആണ് എങ്കിൽ അത് പ്രോസിക്യൂഷൻ അതുകൊണ്ട് മുന്നോട്ട് പോകുന്നതുകൊണ്ട് പ്രയോജനമില്ല എന്ന് ഹൈക്കോടതിക്ക് തോന്നിയാൽ അത് ക്വാഷ് ചെയ്ത് കളയാനുള്ള ഒരു അവസരം സുരേഷ് ഗോപിക്കുണ്ട്. അത് വ്യക്തപരമായിട്ട് ആലോചിച്ച് അത് ചെയ്യുന്നതായിരിക്കും ഉചിതമെന്ന് ഞാൻ കരുതുന്നു.